ദൈവകൃപ നിറഞ്ഞവരെ, ദൈവാനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ. സംസാരത്തിൽ സമയക്രമീകരണത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായി പോകുന്നത്. ഇന്നത്തെ ധ്യാന വിഷയം സംസാരത്തെക്കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 6 മുതൽ 8 വരെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്കിപ്പോൾ വായിക്കാം. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്യങ്ങൾ. നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായിട്ട് ഈ വാക്യങ്ങളിലൂടെ പ്രകടമാണ്. ഇനി ആദ്യമായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം, ജ്ഞാനം എന്താണ്, ബുദ്ധി എന്താണ്. ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജ്ഞാനത്തെപ്പറ്റി. അത് ദൈവികമാണ്, അത് സർവശക്തനിൽ നിന്ന് വരുന്നതാണ്, അത് ഗിഫ്റ്റായിട്ട്, അത് ഗ്രേസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ ജ്ഞാനം എന്നത് നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ ബുദ്ധി വിവേകത്തോടു കൂടി പ്രവർത്തിക്കുകയുള്ളൂ. ഈ ദൈവിക ജ്ഞാനം, സർവശക്തനിൽ നിന്ന് വരുന്ന ഈ ജ്ഞാനമാണ് ഒരു വ്യക്തി ജീവിതത്തിലെ സംസാരിക്കാനാണെങ്കിൽ തന്നെയും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാനാണെങ്കിൽ തന്നെയും അതിനുള്ള പ്രവണത ഈ ദൈവിക ജ്ഞാനത്തിലാണ് കുടികൊള്ളുന്നത്. അതിലൂടെ മാത്രമാണ് ബുദ്ധി പ്രവർത്തിക്കുക. ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒരാളായിരിക്കും. അദ്ദേഹം വിവേകത്തോടും വിവേചനത്തോടും കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതാണ് പറയുന്നത്, ഒരു ജ്ഞാനി തക്ക സമയം വരെ മിണ്ടാതിരിക്കും. എപ്പോഴാണ് സംസാരിക്കേണ്ടത് എന്ന് ജ്ഞാനിക്കറിയാം, അതുവരെ ഈ ജ്ഞാനി മിണ്ടാതിരിക്കും. അതിൽ നമ്മളും ഒരുവനായിരിക്കണം ഇനി മുതൽ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ നിശബ്ദത പാലിക്കണമെന്നും അറിയുന്നത് ജ്ഞാനത്തിൽ ഉൾപ്പെടുന്നതാണ്. അതായത് നമ്മൾ എപ്പോഴാണ് സംസാരിക്കേണ്ടത്, എപ്പോഴാണ് നിശബ്ദത പാലിക്കേണ്ടത്, ഇതൊക്കെ കുടികൊള്ളുന്ന ജ്ഞാനത്തിലാണ്. ഈ ജ്ഞാനത്തിലൂടെയാണ് ബുദ്ധി പ്രവർത്തിക്കുക. ഈ ജ്ഞാനമാണ് നമുക്ക് നിർദ്ദേശങ്ങൾ തരിക. ഇന്ന സമയത്ത് ഇന്നത് സംസാരിക്കണം. സമയം നമുക്ക് വളരെ നിർണായകമാണ്. വളരെ നേരത്തെയോ വളരെ വൈകിയോ സംസാരിക്കുന്നതും ദോഷകരമാണ്. നമ്മൾ ചില സന്ദർഭങ്ങളിൽ പറയും, അയ്യോ ഞാനിത് സംസാരിക്കാൻ വൈകിപ്പോയി, ഞാനിത് പറയാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ ഇത് നേരത്തെ ഞാൻ പറയേണ്ടതായിരുന്നു, അത് തെറ്റിപ്പോയി. ഇതെന്തുകൊണ്ടാണ്? വിവേകം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ജ്ഞാനം നിറയാത്തത് കൊണ്ടാണ്. വെറും മാനുഷിക ബുദ്ധി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ്. നമുക്ക് വേണ്ടത് മാനസിക ബുദ്ധിയല്ല, മാനുഷിക ബുദ്ധിയല്ല. നമുക്ക് വേണ്ടത് ഈ മനസ്സും ഈ ബുദ്ധിയും നമ്മൾ പ്രവർത്തിക്കേണ്ടത് ദൈവിക ജ്ഞാനത്തിലൂടെ മാത്രമാണ്. ദൈവമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ്, ഒരു പ്രാർത്ഥന നിലനിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട്. അത് അത്യന്താപേക്ഷിതമാണ്. വചനം പറയുന്നു. അനിയന്ത്രിതവും, അതായത് നിയന്ത്രണം ഇല്ലാതെ സംസാരിക്കുക, വിവേകശൂന്യമായിട്ട് സമയത്തെ ഒന്നും നോക്കാതെ. അതായത് ഏതൊക്കെ സമയത്ത്, നമ്മൾ കോമൺ സെൻസ് എന്നൊക്കെ പറയില്ലേ, അത് ഏതൊക്കെ സമയത്ത് നമ്മൾ പാലിക്കണം എന്നൊക്കെ നമുക്ക് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു പക്വതയാർന്ന ഒരു വ്യക്തിക്ക് കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം, മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണം, പ്രായമായവരോട് എങ്ങനെ സംസാരിക്കണം, ജോലിസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊക്കെ എങ്ങനെ സംസാരിക്കും, അവസരത്തിനൊത്ത് ആ സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിക്കേണ്ട രീതിയിൽ നമ്മൾ സംസാരിക്കും. എന്നാൽ ഇതിൽ നമ്മൾ ഇത് പറയുന്ന അനിയന്ത്രിതം എന്ന് പറയുന്ന നിയന്ത്രണമില്ലാതെ ഇത്തരം അവസരങ്ങളിൽ, ഇത്തരം അവസ്ഥകളിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ, ഇത്തരം മേഖലകളിലൊക്കെ നമ്മൾ വിവേകശൂന്യമായി സംസാരിച്ചാൽ ആ വ്യക്തി വിഡ്ഢിയായി മാറുകയാണ് ചെയ്യുക. ആ വിലയിരുത്തപ്പെടും. മറ്റുള്ളവർ പറയും, അയ്യോ ഇവനൊരു വിഡ്ഢിയായി സംസാരിക്കുന്നു, ആത്മനിയന്ത്രണം ഇവനില്ല, ഒരു വിവേകമില്ലാതെ ഇവൻ സംസാരിക്കുന്നു. അപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തെ അത് വളരെ പ്രധാനമായിട്ട് അത് ബാധിക്കും. സമയമോ സന്ദർഭമോ പരിഗണിക്കാതെ ആവേശത്തോടെ നമ്മൾ സംസാരിക്കരുത്. സമയവും സന്ദർഭവും പരിഗണിച്ച് ആ സമയത്തിനും സന്ദർഭത്തിനും അനുയോജ്യമായ സംസാരങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കണം എന്നാണ് ഇന്നത്തെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുന്നത്. സാഹചര്യത്തെയും നമ്മൾ പ്രത്യേകിച്ച് ഒബ്സർവ് ചെയ്യണം, വീക്ഷിക്കണം. സാഹചര്യം എന്താണെന്ന് വീക്ഷിക്കണം. പ്രേക്ഷകർ, നമ്മളിലുള്ള പ്രേക്ഷകർ, നമ്മളുടെ മുന്നിൽ ആരാണെന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നെഗറ്റീവ് ആഘാതങ്ങൾ നമ്മൾ സൃഷ്ടിക്കും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും. ഇനി നമുക്ക് എന്താണ് ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുക? നമ്മുടെ സംസാരത്തിൽ ആത്മനിയന്ത്രണം, സംയമനം, ഇത് ശീലിക്കുക, പാലിക്കുകയല്ല, ശീലിക്കുക.
നമ്മുടെ സംസാരത്തിൽ ആത്മനിയന്ത്രണവും സംയമനവും ശീലിച്ചാലേ അത് പാലിക്കാൻ സാധിക്കുകയുള്ളൂ. സംസാരിക്കുന്നതിന് മുമ്പ് സമയവും സന്ദർഭവും പരിഗണിക്കുക. സംസാരിക്കുന്നതിന് മുമ്പ് സമയം നോക്കുക, സന്ദർഭം നോക്കുക. ആവേശകരമായ ചിന്താശൂന്യമായ ആശയവിനിമയം ഒഴിവാക്കുക. വല്ലാതെ സംസാരിക്കുന്നത് ഒഴിവാക്കുക. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദത പാലിക്കണം എന്നറിയുന്നതിൽ ബുദ്ധി തേടുകയല്ല, ജ്ഞാനം തേടുക. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദത പാലിക്കണം എന്ന് അറിയുന്നതിൽ നമ്മളെന്താ, ജ്ഞാനമാണ് തേടേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ജ്ഞാനമാണ് നമ്മളിൽ നിറയേണ്ടത്. ഈ ജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടത്. നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ ആശയവിനിമയങ്ങളെയും എല്ലാം കെട്ടിപ്പടുക്കുന്നതും പിടിച്ചു നിർത്തുന്നതും നമുക്ക് നല്ലൊരു സ്റ്റാറ്റസ്, നല്ലൊരു ക്വാളിറ്റി ലഭിക്കുന്നതും ഈ ഒരു ജ്ഞാനത്തിലൂടെ മാത്രമാണ്. ഇനി മുതൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ, അതായത് നമ്മൾക്കറിയാലോ, സെൽഫായിട്ട് നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് പല പല തീരുമാനങ്ങൾ പല സന്ദർഭങ്ങളിലും നമ്മൾ എടുക്കുന്നതാണ്. എന്നാൽ ഇന്നു മുതൽ സംസാരിക്കേണ്ടവ എന്താണെന്നും ഏതൊക്കെ സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്നും നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ദൈവിക ജ്ഞാനത്തിൽ നിലനിന്നുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളും വ്യക്തിപരമായ പ്രാർത്ഥനകളിലെല്ലാം ജ്ഞാനം നിറയാനായിട്ട് ആദ്യം നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനം നിറയുക വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ സംസാരിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫസ്റ്റ് വരദാനമാണ്, ആദ്യത്തെ വരദാനമാണ് ജ്ഞാനം. ജ്ഞാനം നിറഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയുള്ളൂ. നമുക്കിനി മുതൽ ശ്രദ്ധിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം, ദൈവമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് നിലനിർത്താം. ജ്ഞാനം, ദൈവിക ജ്ഞാനം, നമ്മളെ സോളമൻ രാജാവ് ആഗ്രഹിച്ചതുപോലെ തന്നെ നമുക്കും ആഗ്രഹിക്കാം. ദൈവിക ജ്ഞാനം കുടികൊണ്ട്, ദൈവിക ജ്ഞാനത്തിൽ നിറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് എളിമയോട് സംസാരിക്കുവാനും എളിമയുള്ള ജീവിതം നയിക്കുവാനും ഉള്ള ശക്തി തരണമേ എന്ന്. എല്ലാവരെയും ദൈവം, സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.